മലപ്പുറം ഭാഗത്തൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു എന്താ പറയുക വഴിക്കാഴ്ചയാണ് ഇവിടുത്തെ മലപ്പുറം മുട്ടായി എന്ന് തന്നെ പറയാം. ഇത് ശർക്കര മുട്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വഴിയിൽ പല സ്ഥലത്തും കണ്ടു. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ഇറങ്ങി നോക്കുകയാണ്. പക്ഷെ വളരെ ഹൈജീനിക്കായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ചൂടായിട്ടാണ് കൊടുക്കേണ്ടത്, എന്നാലേ ഇതിന് ഡിമാൻഡുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഷെഡ് പോലത്തെ ഈ കടകളിൽ തന്നെ ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകും. അപ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കുന്നു. ഈ കവർ എന്താ പറയുക, ഈ ഒരു എന്താ എൻക്ലോഷറിനകത്തേക്കും വയ്ക്കുന്നു. ഇതെങ്ങനെ കിലോയ്ക്ക് വില? 60 രൂപയാണ് 1 കിലോയ്ക്ക്. തൂക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലേ. ഇതിന് ശർക്കര മുട്ടായി എന്ന് തന്നെയാണോ പറയുന്നത്? ശർക്കര മുട്ടായി കണ്ടു കഴിഞ്ഞാൽ ആണ്, വേറെ വേറൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ജിലേബി പോലെ തോന്നും, പക്ഷെ അല്ല. ഇത് മൈദയും അരിപ്പൊടിയും ശർക്കരയും കൂടി ചേർത്തിട്ടാണ് ബാറ്റർ തയ്യാറാക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ജിലേബി മാതിരി ചുറ്റിയെടുക്കും അല്ലേ. കണ്ടാൽ ശരിക്കും ജിലേബിയാണ് അല്ലേ. ഞങ്ങളുടെ നാട്ടിലെ ജിലേബിയൊക്കെ കണ്ടാൽ ഇതുപോലെ തന്നെ ഇരിക്കും. ഇവിടുത്തെ ജിലേബി ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ചെറിയ ശർക്കരയുടെ ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശർക്കര മുട്ടായി എന്ന് പറയുന്നത്. വളരെ ഡിഫറെൻ്റ് ആണ്. ജിലേബി ടേസ്റ്റേ അല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്. കാഴ്ചയിൽ മാത്രമേ ഒരു ജിലേബിയുടെ ലുക്കുള്ളൂ. പക്ഷേ ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് അല്ലേ, മലപ്പുറം ഭാഗത്ത്. മലപ്പുറം മുട്ടായി, മലപ്പുറം സ്പെഷ്യൽ. ഓക്കെ, അപ്പോൾ മലപ്പുറത്ത് വന്നിട്ട് മലപ്പുറം മുട്ടായി കണ്ടില്ല എന്ന് വേണ്ടല്ലോ അല്ലേ. മലപ്പുറം ഡിസ്ട്രിക്റ്റിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ വിഭവങ്ങൾ, മലപ്പുറം സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന കുഞ്ഞു എന്താ പറയുക, ഫ്രൂട്ട് ഷോപ്പുകളിലും അല്ലെങ്കിൽ ബേക്കറീസിലും ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് അവൽ മിൽക്ക്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നതാണ്. ഈ ഭാഗത്തെല്ലാം തന്നെ ഉണ്ട്. കുഞ്ഞു കടകളും ഉണ്ട്, വലിയ വലിയ ബേക്കറീസും ഉണ്ട്. ഇത് ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഏതാണ്ട് കോട്ടയ്ക്കലിന് അടുത്തായിട്ട് വരും. അവിടെ ഒരു ബോർഡ് കണ്ടു. ഇവിടെയും എന്താണ് അവൽ മിൽക്ക് ലഭിക്കും എന്നൊക്കെ എഴുതി. അപ്പോൾ ഒന്ന് കയറി എന്താണ് ഈ അവൽ മിൽക്ക് എന്നൊന്ന് കാണണ്ടേ, നോക്കാം. അപ്പോൾ നമ്മൾ അവൽ മിൽക്ക് കാണാൻ പോവുകയാണ്. ഒരു ചെറിയ ആളാണ് അവൽ മിൽക്ക് തയ്യാറാക്കാൻ പോകുന്നത്. കാര്യം ഇവിടെയുള്ള എല്ലാ കടകളിലും ഉണ്ട്. അപ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സാധിക്കുന്നേ. അപ്പോൾ കോട്ടയ്ക്കൽ മാത്രമേ ഉള്ളൂ ഭയങ്കര സംഭവമായിട്ടുള്ള അവൽ പാലെന്നൊക്കെയാണ് ധാരണ എല്ലാവർക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവിടെയൊക്കെ വന്നാലും ഒതുക്കുങ്കൽ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും കൊച്ചു കൊച്ചു കടകളിലും ഒക്കെ കിട്ടും. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്കിപ്പോൾ കിട്ടാൻ പോകണം. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ചെയ്യാനും പറ്റും ഇതിൻ്റെ മാറ്റങ്ങളോടുകൂടി. അപ്പോൾ സാർ എങ്ങനെ ചെയ്യുന്നത്? ഇത് പാളയംകോടൻ പഴമാണ് അല്ലേ? ഓക്കെ, 2 പഴം തൊലി കളഞ്ഞത്, പാളയംകോടൻ, പഞ്ചസാര 4 സ്പൂൺ, 2 പഴത്തിന് 4 ടീസ്പൂൺ പഞ്ചസാര ചതച്ചെടുക്കുന്നു അല്ലേ. അപ്പോൾ പഴത്തിന് നന്നായിട്ട് മാഷ് ചെയ്യാണ്. പാളയംകോടൻ പഴമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്, അതാണ് നല്ലത്. അതും പഞ്ചസാരയും കൂടി ഇടി. ഇത് ആയി. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവല് വറുത്തതാണ് അല്ലേ, വറുത്ത അവല്. പിന്നെ ഇതിപ്പോൾ കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. അതിന് പോലെ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ചേർക്കാം അല്ലേ. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും, നട്ട്സ് വേണമെങ്കിലും ചേർക്കാം അല്ലേ. ആൽമണ്ട്സ്, ബദാം, എല്ലാ കാര്യങ്ങളും ചേർക്കാം. പിന്നെന്താ, ഇത് ചെറീസ് ചെറിയ കഷ്ണങ്ങളാക്കി. പിന്നെ പൈനാപ്പിളിൻ്റെ കഷ്ണം ചേർക്കാം. മാമ്പഴത്തിൻ്റെ സീസണായി മാങ്ങ ചേർക്കാം അല്ലേ. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ചേർക്കാം. ഇതിൻ്റെ കൂടെ ഈ പഴം ഇടിച്ച് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുക, ബാക്കി കാര്യങ്ങളൊക്കെ. ഇനി ഇതിലെന്താ ചെയ്യാൻ പോകുന്നത്? മാഷ് ചെയ്ത പഴം വിത്ത് പഞ്ചസാര അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. തണുപ്പിച്ച പാലാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അവല്, വറുത്ത് വെച്ചിരിക്കുന്ന അവൽ. ഈ വറുത്തതായതുകൊണ്ട് നല്ല കരിതരിപ്പ് ഉണ്ടാവും കഴിക്കുമ്പോൾ. ഒരു 1/4 ഗ്ലാസോളം, 2 വലിയ സ്പൂൺ ഇടും അല്ലേ. എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്യണം. ബാക്കിയും കൂടെ പാലൊഴിച്ചു. ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അവൽ പാലെന്ന് പറഞ്ഞാൽ. പിന്നെ ഇനി ഇതിൽ നട്ട്സ് ചേർക്കുന്നു, അതായത് ഇതിവിടെ കപ്പലണ്ടി ചേർക്കുന്നു. പിന്നെ എന്താണ്, തേങ്ങ പല കളറിൽ, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഉണങ്ങിയ തേങ്ങ അല്ലേ, തേങ്ങ ചെറിയ പല കളറാക്കിയത്, ചെറീസ്, ഇതൊക്കെ കളർഫുൾ ആക്കാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിനെയാണ് സ്പെഷ്യലായിട്ടുള്ള അവൽ പാലാക്കുമ്പോൾ ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ ഇടാം. പിന്നെന്താ, അതൊക്കെ അരിഞ്ഞരിഞ്ഞിടുക ചെറുതായിട്ട്. മാങ്ങ, പൈനാപ്പിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ. പിന്നെ നട്ട്സ് അല്ലേ, കാഷ്യൂനട്ട് ഇടാം, ബദാം ഇടാം, പിസ്ത ഇടാം, എന്ത് വേണമെന്നെങ്കിൽ അതെല്ലാം ഇടാം. എന്നിട്ട് ഏറ്റവും മുകളിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ വെച്ചാൽ സ്പെഷ്യലാണ്. ഇപ്പോൾ അതല്ലാണ്ട് തന്നെ നല്ലതാണ്. അപ്പോൾ ആ അലങ്കാരം കൂടെ ആയിക്കോട്ടെ. കണ്ടല്ലോ, സഹദ് റെഡിയാക്കി തന്നിരിക്കുകയാണ്.
അവൽ മിൽക്ക്. അപ്പോൾ ഒരു ചെറിയ കുട്ടി, എത്ര വയസ്സുണ്ട് സാറിന്? 17 വയസ്സുള്ള ഒരാൾ നല്ലതായിട്ട് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിൽ കൊച്ചു ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക ഇങ്ങനത്തെ ജോലിയെല്ലാം. അമ്മമാർ പോലും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അവൽ മിൽക്ക് ഉണ്ടാക്കാൻ. ഇത് എത്രത്തോളം ഭംഗിയായിട്ട് അലങ്കരിക്കാമോ അത്രത്തോളം ഭംഗിയാക്കാം. അപ്പോൾ ഇത്രയും നന്നായിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ തന്നിരിക്കുകയാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നന്നായിട്ടുണ്ട്, നന്നായിരിക്കുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ കൊരി കഴിക്കുമ്പോൾ അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. നല്ല രസമാണ്. ഒരു കരുകരിപ്പ്, പിന്നെ പഴത്തിൻ്റെ സ്വാദ്, മധുരം എല്ലാം കൂടി മിക്സായിട്ട് വരികയാണ്. നന്നായിട്ടുണ്ട്. അങ്ങനെ മലപ്പുറം വിശേഷങ്ങളെല്ലാം കണ്ട് നമ്മൾ അവൽ പാലും ഒക്കെ കണ്ട്. അപ്പോൾ മർഹബ എന്നുള്ള ഈ ഒരു ഷോപ്പ്, ഈ ഒരു എന്താ പറയുക, ഒരു കൂൾ ബാർ, ഇത് ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നും ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര കുറച്ച് കൂടുതൽ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ കറങ്ങി നടക്കുമായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് പോകാൻ സമയമാകുന്നു. ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക.